നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി ചിത്രീകരിക്കുന്നതിലൂടെ ബി.ജെ.പി. ഉന്നം വയ്ക്കുന്നത് എന്താ? ഈ വിഷയമാണ് ഡി ഫോക്കസ് ഇന്ന് പരിശോധിക്കുന്നത്. സാമൂഹ്യ നിരീക്ഷകൻ ടി ശ്രീകുമാർ തിരുവനന്തപുരം ബ്യൂറോയിൽ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ബി.ജെ.പി. നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ടാകും. ഇടതു ചിന്തകൻ കെ.എൻ. കുഞ്ഞഹമ്മദ്, SNDP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK വിദ്യാസാഗർ എന്നിവരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണെന്ന് ബി.ജെ.പി. ചതയദിനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് പുതിയ വാദം ബി.ജെ.പി. ഉന്നയിച്ചത്. ബി.ജെ.പിയുടെ നിലപാടിനെതിരെ ശിവഗിരി മഠം രംഗത്ത് വന്നു. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി ചുരുട്ടിക്കെട്ടാനുള്ള ബി.ജെ.പിയുടെ നീക്കം വർഗീയത വളർത്തുന്നതിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ വിവാദത്തിന് തിരികൊളുത്തിയത് ബി.ജെ.പിയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഗുരു ഹിന്ദു സന്യാസിയാണെന്ന വാദം ബി.ജെ.പി. ഉയർത്തിയത്. ശ്രീനാരായണ ഗുരുവിനെ ഒരു കാലത്ത് അവഹേളിച്ചവർ ഇപ്പോൾ കൊണ്ടു നടക്കുകയാണെന്ന കുറ്റപ്പെടുത്തലും പോസ്റ്റിലുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു വൈരുദ്ധ്യവുമില്ല. ഹിന്ദു എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇതിന് പിന്നാലെ തന്നെ ബി.ജെ.പിയെ തള്ളി ശിവഗിരി മഠം നിലപാടെടുത്തു. മനുഷ്യരുടെ മതവും വേഷവും ഭാഷയും എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് പരസ്പരം വിവാഹവും പന്തിഭോജനവും നടത്തുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു കത്ത് സഹോദരനെയപ്പൻ എഴുതി കൊടുത്തതായി രേഖകളിലുണ്ട്. അപ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരു ജാതിയുടെ വക്താവായിട്ടല്ല ഗുരുദേവൻ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വക്താവായിട്ടല്ല. തിരുവോണത്തെ വാമന ജയന്തിയാക്കിയതുപോലുള്ള വക്രബുദ്ധിയാണ് ബി.ജെ.പി. ഇറക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഗുരുവിനെ സംഘപരിവാർ കൂടാരത്തിലെത്തിക്കാനുള്ള ബി.ജെ.പി. ശ്രമം അപഹാസ്യമാണെന്നും ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. ശ്രീ ടി ശ്രീകുമാർ, സമീപകാലത്തായി ഇത്തരം ബിംബങ്ങളെയും ആളുകളെയും ബി.ജെ.പിയുടെ ചട്ടക്കൂടിലേക്ക് ഒതുക്കാനുള്ള ശ്രമം കുറെ നാളായി തുടർന്നു വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണ് എന്നുള്ള ബി.ജെ.പിയുടെ ഇന്നത്തെ ഒരു ഔദ്യോഗിക നിലപാട്. അത് ഫേസ്ബുക്ക് പേജിലൂടെ സംസ്ഥാന ഘടകം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ബി.ജെ.പി. ഇതിലൂടെ ഉന്നം വയ്ക്കുന്നത്? ബി.ജെ.പി. സ്വാഭാവികമായിട്ടും ഇതിലൂടെ ഉന്നം വയ്ക്കുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെ പാരമ്പര്യം തങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കെട്ടാം എന്നുള്ള ഒരു വ്യാമോഹമാണ് ബി.ജെ.പിക്ക് ഇതിലൂടെ കാണിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യാസം തന്നെ ഹിന്ദു മതത്തിൻ്റെ അന്ന് നിലവിലുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രപരമായ ചട്ടക്കൂടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ടായതാണ്. ഒരു അവർണ വ്യക്തിത്വത്തിന് സന്യാസി എന്ന പദത്തിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാമൂഹിക സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത് എന്ന്. ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹിന്ദുത്വ ശക്തികളുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവരുടെ ശക്തി, അവരുടെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ, അവരുടെ ആന്തരികമായ ദൗർബല്യങ്ങൾ വെളിപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആ ഒരു പഴുതുപയോഗിച്ചാണ് താൻ സന്യാസത്തിലേക്ക് കടന്നത് എന്ന് വളരെ ശക്തമായി രാഷ്ട്രീയമായി സൂചിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്യാസം തന്നെയും ഹിന്ദുത്വത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആ രാഷ്ട്രീയത്തിന് കൂടുതൽ മാനങ്ങൾ നൽകി. മതത്തെക്കുറിച്ച്, ജാതിയെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള വളരെ വളരെ ഉത്കൃഷ്ടമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഏറ്റവും ഒടുവിൽ ഇവരുടെ ഈ നിലപാടിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന തരത്തിൽ അദ്ദേഹം തനിക്ക് ജാതിയോ മതമോ ഇല്ല എന്ന് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടാണ് അദ്ദേഹം ഈ നാടിനോട് വിട പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് സുതാര്യമായ ഒരു രാഷ്ട്രീയം, ഇത്തരത്തിലുള്ളൊരു ഹിന്ദു പ്രത്യയശാസ്ത്ര വിരുദ്ധമായൊരു രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു ധിഷണാശാലി എന്നുള്ള രീതിയിൽ, ഒരു ദാർശനികൻ എന്നുള്ള രീതിയിൽ, ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ ഒക്കെ തന്നെ ബി.ജെ.പിക്ക് യാതൊരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായിരുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവരുടെ ശ്രമം മുൻപ് അവരെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ അവരെടുക്കുന്ന ഒരു നിലപാടിന് പുകമറയിടാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രീനാരായണ ഗുരുവിനെ ഇപ്പോൾ ഹിന്ദു സന്യാസിയായി ചിത്രീകരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, ഞാൻ താങ്കളെ തിരിച്ചു വരാം. ശ്രീ K.N., എന്താണോ ശ്രീനാരായണ ഗുരു ഈ ലോകത്തെ പഠിപ്പിച്ചത്, ഇന്നും ലോകം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നായാലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നായാലും എന്താണോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് തീർത്തും ഘടകവിരുദ്ധമായ കാര്യമല്ലേ കേരളം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഹിന്ദു സന്യാസിയാണ് ശ്രീനാരായണ ഗുരു എന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ അവകാശപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്?
ശ്രീ കെ എൻ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ. ഫാസിസ്റ്റുകൾ വിജയിച്ചാൽ മരിച്ചവർക്ക് പോലും രക്ഷയുണ്ടാവില്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വാൾട്ടർ ബെഞ്ചമിൻ നൽകിയ മുന്നറിയിപ്പ് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ 100% പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഒരു തെളിവല്ല, ഒന്നിനു പിറകെ മറ്റൊന്നായി നിരവധി തെളിവുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ശ്രീനാരായണ ഗുരുവിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം. നേരത്തെ ടി സുകുമാർ വ്യക്തമാക്കിയ പോലെ ശ്രീനാരായണ ഗുരു എന്താണ് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, ദർശനത്തിൽ നിന്ന്, പ്രഖ്യാപനങ്ങളിൽ നിന്ന്, അദ്ദേഹം എഴുതിയ കത്തുകളിൽ നിന്ന് ഒക്കെ ഒരുതരം അവ്യക്തതയില്ലാതെ വ്യക്തമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ 1916 ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രപ്രസിദ്ധമായ വിളംബരം, നാം ജാതി മതങ്ങൾ എന്നേക്കുമായി വിട്ടിരിക്കുന്നു എന്ന വിളംബരത്തിന്റെ 100ാം വാർഷികം കേരളത്തിലെ ജനാധിപത്യവാദികൾ വളരെ സജീവമായി ആചരിക്കുന്ന, അതേക്കുറിച്ചുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾക്കെതിരെയുള്ള വലിയൊരു കടന്നാക്രമണം, ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കാരണം ഇത്ര കൃത്യമായി ജാതി മത സങ്കുചിതത്തിന് അപ്പുറത്തേക്ക് കടന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ, മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച, കൃത്യമായി പറഞ്ഞാൽ ഒരു സെക്കുലർ സ്പിരിച്വാലിറ്റി, ഒരു മതേതര ആത്മീയതയുടെ ഏറ്റവും സജീവ സ്രോതസ്സായ ശ്രീനാരായണ ഗുരുവിനെയാണ് അവഹേളിക്കുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. 1980-കളിലാണ്, കൃത്യമായി ഞാൻ ഓർക്കുന്നുണ്ട്, ശ്രീനാരായണ മഠത്തിലെ ഒരു സന്യാസി ഹിന്ദു സന്യാസിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശ്രീനാരായണ മഠം എതിർക്കുകയും ആ പങ്കെടുത്ത സന്യാസി മാപ്പ് പറയുകയും ചെയ്ത ഒരു സംഭവം നടന്നിട്ട് 10-30 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇപ്പൊ വീണ്ടും ഈ ഒരു ആരോപണം, ശ്രീനാരായണ ഗുരുവിനെ ജനാധിപത്യ വിരുദ്ധമായി ചിത്രീകരിക്കാനുള്ള ശ്രമം. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ ഇവർ തുടങ്ങിയതല്ല. RSSന്റെ വളരെ സ്വകാര്യമായിട്ടുള്ള അവരുടെ ആശയ പ്രചാരണങ്ങളിൽ ഇവർ മുമ്പേ പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ മുന്നേറ്റം ഹിന്ദു ഐക്യത്തിലൂടെ എന്ന അവരുടെ പുസ്തകത്തിൽ അവർ എഴുതിയത് വായിച്ചാൽ നമ്മൾ തല കുനിച്ചു പോകും. അതിലവർ പറയാണ് ശ്രീനാരായണ ഗുരു, വിശ്വ ഹിന്ദു പരിഷത്ത്, RSS, സായി സംഘം, അമൃതാനന്ദമയി മഠം ഇതൊക്കെ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് എന്ന് ഒരു തരം ലജ്ജയുമില്ലാതെ എഴുതി വെക്കാൻ കഴിഞ്ഞ ഒരു സംഘടനക്ക്, ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഇതിലപ്പുറവും പറയാൻ പറ്റും. താങ്കളിലേക്ക് തിരിച്ചു വരാം. BJP നേതാവ് വി രാധാകൃഷ്ണ മേനോൻ ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട്. ശ്രീ വി രാധാകൃഷ്ണ മേനോൻ, ലോകത്തെ മതേതരത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ മൂല്യം പഠിപ്പിച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് ഇന്നും ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളെ വാഴ്ത്തിപ്പാടുന്ന ഈ ലോകത്ത് എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹം ഹിന്ദു സന്യാസിയാണ് എന്ന് അവകാശപ്പെടുക? എന്തിന്റെ അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണ് എന്ന് BJP അവകാശപ്പെടുക? ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. ശിവപ്രതിഷ്ഠ നടത്തുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് ഞാൻ പ്രത്യേകമായി വിശദീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ കേരളത്തിലുടനീളം അനേകം പ്രതിഷ്ഠകൾ നടത്തി. എല്ലാം ഹൈന്ദവ ആചാരപ്രകാരമാണ് ആ പ്രതിഷ്ഠകളെല്ലാം നടത്തിയിട്ടുള്ളത്. ഹൈന്ദവ വിശ്വാസം ആണ് ആ സന്യാസിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം പ്രതിഫലിച്ചിട്ടുള്ളത്. അപ്പൊ ആ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ ഒരു ഘട്ടത്തിൽ ക്രൈസ്തവ മതത്തിലേക്ക് ഈഴവ ജനവിഭാഗങ്ങൾ മുഴുവൻ പോവാൻ തയ്യാറായ വേളയിലാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ഒരു സന്ദേശം പോലും പറഞ്ഞുകൊണ്ട് ആ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുവാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ഏതായാലും ഈ ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസികൾ സന്യാസികളെ ആദരിക്കുന്നു. ആ നിലയിൽ ശ്രീനാരായണ ഗുരുദേവന് ഭാരതം മുഴുവൻ സ്വീകാര്യമായ സമീപനം ലഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഓർക്കുകയാണ്. ലാൽകൃഷ്ണ അഡ്വാനി ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ ശിവഗിരിയിലെത്തിയപ്പോ അദ്ദേഹം പറയുകയുണ്ടായി, RSSന്റെ ശാഖയിൽ വെച്ച് പ്രാതസ്മരണയിലാണ് ഗുരുദേവന്റെ പേര് കറാച്ചിയിൽ ജനിച്ച അദ്ദേഹം ആദ്യമായി കേൾക്കുന്നത് എന്ന്. അത് ലാൽകൃഷ്ണ അഡ്വാനിയുടെ കാര്യം മാത്രമല്ല, ഭാരതത്തിലെമ്പാടുമുള്ള RSSന്റെ ശാഖകളിൽ കാലങ്ങളായി ശ്രീനാരായണ ഗുരുവിനെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അനുസ്മരണം ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതല്ലെങ്കിൽ കോൺഗ്രസുകാരോ ആരെങ്കിലുമൊക്കെ നടത്തുന്നതിന് ആരും എതിരല്ല. പക്ഷേ ആ നിലയിലുള്ള ആദരിക്കലും ഗുരുദേവനെ ഉയർത്തിയ ആശയങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനവും ഭാരതത്തിലുടനീളം ആവശ്യമാണ് എന്ന്
കണ്ടെത്തിക്കൊണ്ട് ആ നിലയിലുള്ള ഒരു അന്തരീക്ഷം ഈ രാജ്യത്തുണ്ടായപ്പോൾ ആ സമീപനം ഇന്ന് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി നടത്തുന്ന ചില രാഷ്ട്രീയ ജൽപ്പനങ്ങൾ മാത്രമാണ് ഇന്ന് PM സുധീരൻ നടത്തുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്നത്. വ്യക്തമാണ് ശ്രീ ബി രാധാകൃഷ്ണൻ മേനോൻ. താങ്കൾ അല്പനേരം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. ഞാൻ താങ്കളിലേക്ക് തന്നെയായിരിക്കും തിരിച്ചു വരിക ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഡിഫോക്കസ് തുടരുന്നു. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ശ്രീനാരായണ ഗുരു ഈഴവശിവനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതും അദ്ദേഹം ഹിന്ദു ആചാരങ്ങളാണ് അല്ലെങ്കിൽ ആ ആചാരങ്ങളാണ് പിന്തുടർന്നത് എന്നും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഹിന്ദു സന്യാസിയായി നിങ്ങൾ വാഴ്ത്തുന്നത് എന്നാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള അനാചാരങ്ങൾക്കെതിരെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ശിവപ്രതിഷ്ഠ പോലും നടത്തേണ്ടിയിരുന്നത്. അത് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു. ഒപ്പം അമ്പലങ്ങളല്ല ഇവിടെ വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്നും പറഞ്ഞതും ശ്രീനാരായണ ഗുരുദേവനാണ്. ഒരു നവോത്ഥാന നായകനായി ലോകം തന്നെ അദ്ദേഹത്തെ വാഴ്ത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തെ ഒരു ഹിന്ദു സന്യാസിയായി ഒതുക്കുന്നത്? ഇല്ലേ, ഹിന്ദു സന്യാസി എന്ന് പറയുന്ന പദം ഒരിക്കലും ഒരു ഒതുക്കലല്ല. ഹിന്ദുത്വം എന്നതിന്റെ അർത്ഥം അറിയാത്തവരാണ് ഈ നിലയിൽ പ്രചരിപ്പിക്കുന്നത്. ഈശ്വരനില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളെ പോലും ഒരു സന്യാസ വിഭാഗമായി ഭാരതീയ ചിന്താധരണിയിലുണ്ട്, ഹിന്ദുത്വത്തിലുണ്ട്. ചാർവാകനർത്ഥം ഈശ്വരനില്ല എന്ന് പറയുന്നവരെ സന്യാസ വിഭാഗമായി അംഗീകരിച്ച് ഹിന്ദുത്വത്തിന്റെ ഭാഗമായി കണക്കാക്കിയ ചിന്താധരണിയാണ് ഹിന്ദുത്വം. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള സന്യാസിമാർ അവർക്ക് അവരുടെ വിശ്വാസം പറയാനും പ്രചരിപ്പിക്കാനും അതുവഴി നവോത്ഥാനം സമൂഹത്തിൽ ഉണ്ടാക്കുവാനുമുള്ള അവകാശമുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ തന്നെയാണ് സന്യാസിമാർ. ആ നിലയിലുള്ള ഒരു മഹത്തായ പ്രവർത്തനം നടത്തിയ മഹാത്മാവാണ് സന്യാസിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സന്യാസി അല്ല എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? അദ്ദേഹത്തിന്റെ പ്രവർത്തനം സന്യാസിമാരുടെ പ്രവർത്തനം തന്നെയല്ലേ? അപ്പൊ ആ സന്യാസി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഹിന്ദുത്വം ഉൾക്കൊള്ളുന്നു. 33 കോടി ദൈവങ്ങളെ ആദരിക്കുന്ന പൂജിക്കുന്ന വിശ്വാസമാണ് ഹിന്ദുത്വ വിശ്വാസം. അത് ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ആദരിക്കുന്ന വൃക്ഷത്തെ, പാമ്പിനെ, പഴുതാരയെ എല്ലാവരെയും ഈശ്വരരായി കണ്ട് ആദരിക്കുന്ന ആ സമീപനമുള്ള ഹിന്ദുത്വത്തിന് അല്ലാതെ പിന്നെ ആർക്കാണ് ഈ ശ്രീനാരായണ ഗുരുദേവനെയോ ചട്ടമ്പി സ്വാമികളെയോ ആ നിലയിലുള്ള മഹാന്മാരെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുക? ഇപ്പോ അദ്ദേഹം ദൈവമല്ല എന്ന് പറയാൻ കോടതി അല്ലെങ്കിൽ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോ ദൈവമാണ് എന്ന് ചില ആളുകൾ ഇപ്പോ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന ഒരു രീതി നമുക്കില്ലേ? അപ്പൊ അത് ലോകത്തിന്റെ മറ്റെവിടെ നിന്നെങ്കിലും അങ്ങനെ പ്രഖ്യാപിച്ചാൽ അവര് ദൈവമാകും, അവര് സന്യാസിയാവും. ഈ ഭാരതത്തിൽ തന്നെ ജീവിച്ചാൽ അവർക്ക് അതിൽ നിന്ന് കഴിയില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഞാൻ താങ്കളെ ശ്രീ ടി ടി ശ്രീകുമാർ, ഇതാണ് BJPയുടെ നിലപാട്. അദ്ദേഹം പിന്തുടർന്നത് ഹിന്ദുത്വം ഉൾക്കൊള്ളുന്ന ആചാരക്രമങ്ങളാണ്. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളടക്കം അദ്ദേഹത്തിന്റെ പിന്തുടർച്ച രീതികളടക്കം അതാണ്. അതിലൂടെയാണ് അദ്ദേഹം നവോത്ഥാനത്തിന് വേണ്ടി സംസാരിച്ചത്. അദ്ദേഹം ഹിന്ദുത്വത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ള നിലപാട് അതാണ് BJPയുടെ. ഇവിടെ ചരിത്രം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ നിരന്തരം പഠിക്കാൻ ശ്രമിക്കുന്ന ഒന്ന്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ജാത്യാധികാരത്തിൻ്റെ ശക്തിയെ തകർക്കുന്നതിന് ഹിന്ദുമതത്തിനെ ആന്തരികമായി തന്നെ ആക്രമിക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദുത്വത്തിൻ്റെ ശൈവ സങ്കല്പത്തെയാണ്, അതിൻ്റെ അടിത്തറയെയാണ് അദ്ദേഹം അടിച്ചിളക്കുന്നത്. ആ അത്തരത്തിലൊരു ഒരു ചോദ്യത്തിലൂടെ ഉത്തരത്തിലൂടെ തന്നെ ഇത് ഈഴവശിവനാണെന്ന് പറയുന്നതോടുകൂടി തന്നെ ഹൈന്ദവാധികാരത്തിൻ്റെ ഉള്ള ഒരു കുത്തക സങ്കല്പത്തെ, ശൈവ സങ്കല്പത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ പടിപടിയായിട്ട് അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ ചുവടിലും നിലനിന്നിരുന്ന ഹൈന്ദവ പ്രത്യയശാസ്ത്രത്തെ വെല്ലുവിളിക്കുകയും അതിൻ്റെ ലോജിക്കിനെ, അതിൻ്റെ യുക്തികളെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ മുദ്രാവാക്യത്തെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ എന്ന് സഹോദരൻ അയ്യപ്പന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സമാന്തരമായി നടന്നിട്ടുള്ള ധാരാളം സമരങ്ങൾ, അയ്യങ്കാളിയുടെയും മറ്റ് നേതൃത്വം നടന്നിട്ടുള്ള അധസ്ഥ വിഭാഗത്തിൻ്റെ സമരങ്ങൾ, അതെല്ലാം കൂടി ഒന്നിച്ച് കണ്ണി ചേർക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന് വിത്തുപാവുകയാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ചെയ്തത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിനൊരു വെളിച്ചം നൽകുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ വെളിച്ചത്തിലാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത്. ആ വെളിച്ചത്തിലാണ് നമ്മുടെ പുരോഗമന രാഷ്ട്രീയം ഉയർന്നു വരുന്നത്. ആ വെളിച്ചത്തിലാണ് നമ്മുടെ സമത്വ ഭാവന ഉയർന്നു വന്നിട്ടുള്ളത്. അതൊന്നും
ഒരു ഹിന്ദു മതവുമായി ബന്ധമുള്ളതല്ല, മറിച്ച് ഹിന്ദു മതമായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അധികാരം കൊളോണിയലിസ്റ്റുകൾ ഉണ്ടായിരുന്നപ്പോൾ പോലും. അതുകൊണ്ട് കൊളോണിയലിസത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യത്തെ, രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സന്യാസിയാവാൻ ഇവിടുത്തെ ഹിന്ദു മതശക്തികൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഈ മതത്തിനെ, അതിൻ്റെ ചട്ടക്കൂടിനെ, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ, അതിൻ്റെ രാഷ്ട്രീയത്തെ നിരന്തരം വെല്ലുവിളിക്കുകയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു തരത്തിലും അദ്ദേഹം സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, ആത്മോപദേശ ശതകം എഴുതിയിട്ടുണ്ട്, അദ്വൈത സിദ്ധാന്തങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്, തൻ്റേതായൊരു ദാർശനിക വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ആത്യന്തികമായി അദ്ദേഹം നിലനിന്നിരുന്ന ഹൈന്ദവ മതസങ്കല്പത്തെ എതിർക്കുന്നതിലൂടെ മാത്രമേ ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ വെളിച്ചം കേരളത്തിന് നൽകാനാവൂ എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ അധികാര ശക്തിയുടെ നേർക്കാണ് വാളോങ്ങേണ്ടത്, അല്ലെങ്കിൽ ചിന്ത ഉയരേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തെയും ഇന്ന് BJP പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടോ ഹൈന്ദവ രാഷ്ട്രീയവുമായിട്ടോ ഹൈന്ദവ തത്വചിന്തയുമായിട്ടോ നമുക്ക് കൂട്ടിക്കെട്ടാൻ വ്യക്തമാണ്. ഞാൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് CK വിദ്യാസാഗർ കൂടി ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട്. ശ്രീ CK വിദ്യാസാഗർ, വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ SNDPയുടെ ഒരു വലിയ വിഭാഗത്തെ കൂടെ നിർത്തുകയായിരുന്നു BJP ആദ്യം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ തന്നെ തങ്ങളുടെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ കാലങ്ങളൊക്കെ വലിയ വിമർശനം നേരിട്ടിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പം പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെ BJPയുടെ ഭാഗമാകാൻ കഴിയുമെന്നുള്ള വലിയ ചർച്ച നടന്നിരുന്നു. ഇപ്പോൾ ശ്രീനാരായണ ഗുരു തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിയാണ് എന്ന് BJP പറയുമ്പോൾ എന്താണ് അവർ കരുതുന്നത്? ആ രീതിയിൽ പറയാനുള്ള എന്തവകാശമാണ് BJPക്കുള്ളത്? താങ്കൾ എങ്ങനെ പ്രതികരിക്കും ഇതിനോട്? ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കിക്കൊണ്ട് ഗുരു കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ പാരമ്പര്യത്തെ കൗശലത്തിൽ തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദു സന്യാസി എന്ന് ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കാനാണെങ്കിൽ ഹിന്ദു സന്യാസി എന്ന ചെറിയ കളത്തിൽ ഗുരുവിനെ ഒതുക്കുകയല്ല അവർ ചെയ്യേണ്ടിയിരുന്നത്. ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ഒരു ചെറിയ കളത്തിൽ ഒതുക്കാനായിട്ട് കഴിയുന്നതുമല്ല. ഗുരുവിന്റെ ഈ ഒരു ഹിന്ദു സന്യാസിയായിട്ട് ശ്രീനാരായണ ഗുരുവിനെ ചിത്രീകരിക്കുമ്പോൾ വാസ്തവത്തിൽ ഹിമാലയത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് ഗുരുവിനെ ഇനി കുന്നോളം ഒരു കുന്നോളം, ചെറിയ കുന്നോളം പിടിച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരു ഇവിടെ ശംഭുകന് നിഷേധിക്കപ്പെട്ടിരുന്ന തപസ് ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. ശംഭുകൻ തപസ് ചെയ്തപ്പോ അവന്റെ ശിരസ് അറുത്ത് കളഞ്ഞത് ഹിന്ദു ശാസ്ത്രപ്രകാരമാണ്. ആ അവകാശത്തെ ശംഭുകന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരം, അതായത് സന്യാസിയാകാൻ ശംഭുകന് അവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള പ്രയത്നത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ ആ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗുരു മഹാസമാധി ആകുന്ന നാളുകൾ വരെ ഈ ശാസ്ത്രപ്രകാരം ഗുരുവിനോ ഗുരുവിന്റെ വംശത്തിൽ പിറന്നവർക്കോ ആയിട്ടുള്ള ആർക്കെങ്കിലും സന്യാസ ദീക്ഷ കൊടുക്കാനായിട്ട് ഈ ശാസ്ത്രങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? എങ്ങനെ സാധിക്കും? ശൂദ്രനോ അതല്ലെങ്കിൽ അതിന്റെ താഴെ കിടക്കുന്ന വിഭാഗങ്ങൾക്കോ അവാന്തര വിഭാഗങ്ങൾക്കോ സന്യാസം എന്ന് പറയുന്ന പീഡികയിൽ എത്തിപ്പെടാൻ തന്നെ കഴിയില്ലല്ലോ. അതാണ് ഇവിടെ മിസ്റ്റർ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാരാണ് സന്യാസം തന്നതെന്ന് പറഞ്ഞത്. പിന്നെ പരമ്പരാഗതമായി ഇവിടെ എന്താണ് സന്യാസിമാരുടെ വേഷം എന്ന് പറയുന്നത് കാവ്യ. ഗുരുദേവൻ ഒരിക്കലും മാത്രമേ കാവ്യ ഉടുത്തിട്ടുള്ളൂ. ഗുരുദേവൻ എന്നും ശുഭ്രവസ്ത്രധാരിയായിരുന്നു. ഈ കാവ്യ ഉടുത്തതിനെ പറ്റിയിട്ടുള്ള ചരിത്രം ഇവിടെ സിലോണിൽ പോകുന്ന സമയത്താണെന്ന് തോന്നുന്നു. സിലോണിന് പോകുന്ന സമയത്ത് ഗുരുദേവനോട് കാവ്യ കൊടുക്കണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു. എന്തിനാണെന്ന് ചോദിച്ചു പറഞ്ഞു, അല്ല അവിടെയല്ല, ഒരു ദേശമല്ലേ, അവിടെ ഇതാണ് സന്യാസത്തിന്റെ അടയാളം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരിക്കലാണ് ഗുരുദേവൻ ഈ കാവ്യ സ്വീകരിച്ചതായിട്ട്, വേഷത്തിൽ പോലും കാവ്യ സ്വീകരിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്റെ എളിയ അറിവ്. എനിക്ക് ശ്രീ KN, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഓണം. മലയാളികൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആഘോഷിച്ചിരുന്ന ഓണത്തെ വാമന ജയന്തിയായി ആഘോഷിക്കാൻ അമിത്ഷാ തന്നെ ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെയും ഹിന്ദു സന്യാസിയായി വാഴ്ത്തുന്നു. ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും ഒരു ഹിന്ദുത്വവൽക്കരണം നടത്താനുള്ള ശ്രമമല്ലേ, ഒരു അജണ്ട അടിച്ചേൽപ്പിക്കലല്ലേ ഇത്തരം വാദഗതികളിലൂടെ അവർ ചെയ്യുന്നത്? ശ്രീ KN, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ. ഏറ്റവും ചുരുങ്ങിയത് സംഘപരിവാർ വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഓർക്കുന്നത് നന്ന്. വിവേകാനന്ദൻ പറഞ്ഞത് ഒരു സന്യാസിക്ക് ഒരു മതത്തിലും പെടാനാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഒരു സന്യാസി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്വകാര്യ സ്വത്തായി ചുരുങ്ങുകയല്ല, മറിച്ച് അതിനൊക്കെ അപ്പുറത്ത് മാനവികതയിലേക്ക്, അത്രയും പറഞ്ഞാൽ പോരാ,
പ്രാപഞ്ചികതയിലേക്ക് തന്നെ വളരാൻ നടത്തുന്ന ഒരു വലിയ ശ്രമമാണ് സന്യാസം. എല്ലാം ത്യജിച്ച് ആണ് ഈ ഔന്നത്യത്തിലേക്ക് തീർച്ചയായിട്ടും ഉയരുന്നത്. ആ അർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഔന്നത്യത്തെ വെട്ടിച്ചുരുക്കി സംഘപരിവാറിന്റെ ഒരു വാർപ്പ് മാതൃകയിലേക്ക് അദ്ദേഹത്തെ ചുരുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലും ഈ വിധത്തിൽ തങ്ങളുടെ ചെറിയ അജണ്ടക്ക് അനുസരിച്ച് വെട്ടിച്ചുരുക്കുന്നത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനമല്ല. നേരത്തെ ചോദിച്ചതുപോലെ ഓണത്തെ വാമന ജയന്തിയായി അവതരിപ്പിക്കുന്നതിന്റെ പിന്നിലും അതുപോലെ നമ്മുടെ ചരിത്രം, വിദ്യാഭ്യാസത്തിൽ, സംസ്കാരത്തിൽ ഒക്കെ നടത്തുന്ന അട്ടിമറിയും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും, ഇന്ത്യയിൽ ഉടനീളം വളർന്നു വരുന്ന ഒരു കീഴാള ഉണർവുണ്ട്. ആ കീഴാള ഉണർവിന് വളരെ മുമ്പ് തന്നെ കരുത്തു പകർന്ന കേരളത്തിന്റെ, ഇന്ത്യയുടെ, ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ മതേതര ആത്മീയ കാഴ്ചപ്പാടിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചെടുക്കുക, അദ്ദേഹത്തെ മാത്രമല്ല, ഇവർ മഹാത്മാഗാന്ധിയെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയില്ലേ? അംബേദ്കറെ പിടിച്ചെടുക്കാൻ നോക്കിയില്ലേ? ഭഗത് സിംഗിനെ പിടിച്ചെടുക്കാൻ നോക്കിയില്ലേ? ആരെയാണ് ഇവർ പിടിച്ചെടുക്കാൻ നോക്കാതിരുന്നിട്ടുള്ളത്? അതുകൊണ്ട് ഇതൊരു ഹെജിമോണിക് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് പ്രവർത്തനമാണ്. ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന എല്ലാ മഹാത്മാക്കളെയും പിടിച്ചെടുത്തുകൊണ്ട് സ്വന്തം സങ്കുചിത പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഈ ദിവസം തന്നെ വേണ്ടിയിരുന്നുവോ? റൈറ്റ്, വ്യക്തമാണ് ശ്രീ കെ എൻ കുഞ്ഞമ്മദ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, മറ്റു അതിഥികളിലേക്കും വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഡിഫോക്കസ് തുടരുന്നു. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, നേരത്തെ അതിഥികളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് നിങ്ങളുടെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമല്ലേ? ഓണത്തെ വാമന ജയന്തിയായി അവതരിപ്പിക്കുന്നത് പോലെ ലോകത്ത് മൊത്തം മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് വിട്ടുമാറി ഒരു സങ്കല്പമായി എല്ലാവരും ഒരേപോലെ ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ ഒരു ഹൈന്ദവ സന്യാസി എന്നുള്ള ചട്ടക്കൂടിൽ ഒതുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിലും ഹിന്ദു സന്യാസി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത്. ശ്രീനാരായണ ഗുരു അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണോ? അദ്ദേഹം പൊതുസമൂഹത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ഒരേപോലെ നിൽക്കേണ്ട ഒരാളല്ലേ? അല്ല, എല്ലാവരും ഒരേപോലെ ഗുരുദേവനെ ആദരിക്കണം, അംഗീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ആ നിലയിലുള്ള അംഗീകാരവും ആദരവും ആരാധനയും എല്ലാം ഗുരുദേവനിൽ ഈ സമൂഹം മുഴുവൻ നടത്തുന്നത്. ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് ഗുരുദേവന് സന്യാസിയാകാൻ കഴിഞ്ഞത് എന്ന നിലയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രത്നാകരൻ എന്ന കാത്താളൻ വാൽമീകിയായി മാറിയത്, മനുഷ്യ പ്രവർത്തകനായ അല്ലെങ്കിൽ ബുക്കുവനായ ആൾ വേദവ്യാസനായി മാറിയത്? റൈറ്റ്, ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട്. ശ്രീ ടി ടി ശ്രീകുമാർ, ഇപ്പോഴും അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ചില പുരാണ കഥകളിലെ കഥാപാത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതൊക്കെ മാറ്റി നിർത്തിയാൽ നേരത്തെ കെ എൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വാമന ജയന്തിയായി ഓണത്തെ ആഘോഷിക്കണം എന്ന് പറയുന്നു. ഇത്തരത്തിൽ ആ അജണ്ടകൾ ഓരോന്നായി അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ശ്രീനാരായണ ഗുരുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഇനി ഭാവിയിൽ ആരൊക്കെ വരും എന്ന് കണ്ടറിയാം. ഇത് പൊതുസമൂഹം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ തന്നെ ഒരു ഹൈന്ദവ സന്യാസിയായി ചിത്രീകരിക്കുമ്പോൾ പൊതുസമൂഹം അത് എത്രമാത്രം അംഗീകരിക്കും? ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രം താഴെത്തട്ട് മുതൽ പഠിച്ചവരാണ് കേരളത്തിലുള്ള എല്ലാവരും. തീർച്ചയായിട്ടും ഈ ഉദാഹരണങ്ങൾ പോലും അപ്രസക്തമായിട്ടുള്ളതാണ്. ഈ രത്നാകരൻ എന്ന് പറയുന്ന ആൾ ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണൻ ഇങ്ങനെ വഴിതെറ്റി കാട്ടിൽ വന്ന് ഒരു ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിച്ച് താമസിച്ചു എന്നൊക്കെയാണ് ആ കഥ പോലും. അത്തരം കഥകളിലേക്കൊന്നും പോകേണ്ട കാര്യം തന്നെയില്ല. ശ്രീനാരായണ ഗുരു വളരെ വ്യക്തമായി, വളരെ ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയവും ഒരു സാമൂഹിക ദാർശനിക ചിന്താ പദ്ധതിയുമുണ്ട്. അതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ഇവിടെ നിൽക്കുന്ന ഈ ഹൈന്ദവ അധികാരത്തിൻ്റെ ഘടനകളെ തകർക്കണം എന്നുള്ള വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് അദ്ദേഹം അത് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു രാഷ്ട്രീയം തന്നെ ഇവിടെ ഉയർന്നു വരുന്നത്. അത് അരുവിക്കരയിലെ പ്രതിഷ്ഠയായാലും ശരി, കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിലും ശരി, പിന്നീട് അദ്ദേഹം വികസിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ദാർശനിക ചിന്തകളാണെങ്കിലും ശരി, അതൊക്കെ തന്നെ ഉന്നം വെക്കുന്നത് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ തകരേണ്ടത് ഹിന്ദുത്വത്തിൻ്റെ ശക്തികളാണ് എന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ BJPയുടെ പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ, ഗുരു എതിർത്തത് ഹൈന്ദവ മതത്തിലെ ചാതുർവർണ്ണത്തെയല്ലേ?
പഞ്ചവിഭാഗങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന ഇതിനെയല്ലേ? ചാതുർവർണ്ണയത്തെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാൻ BJP തയ്യാറാണോ? അങ്ങനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താണ് ഹിന്ദുമതത്തിലുള്ളത്? ജാതി ഇല്ലാത്ത ഒരു ഹിന്ദുമതത്തെ പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ? ഏത് പുരാണങ്ങളാണ്, ഏത് ഇതിഹാസങ്ങളാണ്, ഏത് ചരിത്ര വസ്തുതയാണ് ഇവർക്ക് അതിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവുക? അപ്പോൾ ഒരു മതത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം ഒരു ജനതയെ മുഴുവൻ അടിച്ചമർത്തി വെച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രത്യാക്രമിച്ച ഒരു ധിഷണാശാലിയെ ഏത് പ്രത്യയശാസ്ത്രത്തിനെതിരെയാണോ അദ്ദേഹം നിലകൊണ്ടത് അതിൻ്റെ ആളുകൾ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നേരത്തെ KN സൂചിപ്പിച്ചതുപോലെ അതൊരു തരം അധീശത്വപരമായിട്ടുള്ള അപ്രോപ്രിയേഷൻ തന്നെയാണ്. ആ അപ്രോപ്രിയേഷൻ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല ചരിത്രബോധമുള്ള ആർക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് എത്ര വേണമെങ്കിലും നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. കേരളത്തിൽ തന്നെ ചട്ടമ്പിസ്വാമികളെ പോലുള്ളവർ ശൂദ്രന്മാർക്ക് വേദം വായിക്കാനെന്നുള്ള ഇതിനെതിരെ പുസ്തകം എഴുതിയത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണർക്കെതിരെ അദ്ദേഹം പ്രാചീന മലയാളം പോലുള്ള കൃതികൾ ബ്രാഹ്മണർക്കെതിരെ അദ്ദേഹം എഴുതിയത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഹിന്ദുമതത്തിന്റെ ഘടനകളെ വെല്ലുവിളിക്കുന്ന നടപടികളായിരുന്നു. വ്യക്തമാണ് ശ്രീ TT ശ്രീകുമാർ. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുത്തത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ TT ശ്രീകുമാർ, B രാധാകൃഷ്ണ മേനോൻ, CK വിദ്യാസാഗർ, KN കുഞ്ഞഹമ്മദ് ഡിഫോക്കസിൽ പങ്കെടുത്തതിന്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഓണം സ്പെഷ്യൽ പ്രോഗ്രാം മലബാർ മസാല കാണാം.